ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഞാൻ ആദ്യം വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു കഷ്ണം മത്തം കിട്ടി. ഇനി ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് വറക്കുന്ന വീഡിയോ ഒന്ന് ഇട്ടേക്കാന്ന്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിൻ്റെ രൂപം മാറ്റണം അല്ലേ? ഇതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഈ പരുവത്തിൽ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത് അതിൻ്റെ വട്ടിയെല്ലാം കളഞ്ഞ് ഞാൻ തോലോട് കൂടി തന്നെ എടുത്തിന്. ഇങ്ങനെ മുറിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ച് ഒരു നുള്ള തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് ചിരണ്ടി വെച്ച്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഒരു ചീൻചട്ടി എടുത്ത് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി തിളക്കുന്ന സമയത്ത് ഒരു നുള്ള കടു അതാ പട പൊട്ടി തീർന്നു കഴിഞ്ഞ ശേഷം മുറിച്ച് വെച്ച മത്തൻ എന്ത് ചെയ്ത് മല്ലന അതിലേക്ക് തട്ടിക്കൊടുത്തു. ഇനി അടുത്ത് ചെയ്യേണ്ടതുണ്ടല്ലോ, എന്നാണെന്നറിയാം, ഒരു നുള്ള വെള്ളം എടുത്തിട്ട് മത്തൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. മത്തൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മത്തന് വേവ് കുറവേ ഉള്ളൂ. അതുപോലെ മത്തൻ വേവുന്ന സമയത്ത് വെന്ത് വരുമ്പം വെള്ളം പുറത്തേക്ക് വരും. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ പാത്രം ചെരിച്ചിട്ടാകുമ്പോൾ മാത്രമേ അതിനകത്ത് വെള്ളം ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിയാൻ പാടില്ല. അത്രയേ വെള്ളം ഒഴിക്കണ്ടേ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കാണ്ട് ഒരു വായി കിടക്കുന്ന തട്ട് കൊണ്ട് അടച്ച് വെക്കുക. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊരു സ്പൂണിനെ കൊണ്ടോ കയ്യിലിനെ കൊണ്ടോ ചതച്ച് റെഡിയാക്കി വെക്കാം. റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമ്മളെ മത്തൻ പതച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ആ പതച്ച് തുടങ്ങിയ മത്തൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചിരകി വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങ എടുത്തിട്ട് മത്തൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ആ നമ്മളെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം മേലെ ഇങ്ങനെ കിടക്കുന്നത്രയല്ല, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗത്തും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പെല്ലാം വ്യാപിച്ച ശേഷം നമ്മൾ ചിരണ്ടി കൊണ്ടുപോയ തേങ്ങയില്ലേ, ആ തേങ്ങ അതിലേക്കിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ടാകുമ്പം ഒരു വായി കിടക്കുന്ന തട്ട് കൊണ്ട് ഇതങ്ങ് അടച്ച് വെക്കുക. കാരണം ഈ വെള്ളം ഇനി നന്നായിട്ട് വറ്റി കുറുകി വരണം. അത് കുറുകി വരുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാം ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കാൻ പാടില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇതുപോലെ വെള്ളമെല്ലാം വറ്റി കുറുകി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയില്ലേ, അതതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു വായി കിടക്കുന്ന തട്ട് കൊണ്ട് പൊത്തി വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്ക് ഈ പരുവത്തിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ആവി ക്യാമറയിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ എല്ലാ വെള്ളവും വറ്റി ഈ പാകത്തിനാകുമ്പോഴത്തേക്ക് നമുക്ക് കീച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ പേരെല്ലാം കൂട്ടി അങ്ങ് കഴിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നല്ല എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റ് ഒരിക്കൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കൂല കേട്ടോ. അപ്പോൾ ബൈ.